ഇതിന്റെ മുന്നേ മാഹി മിറാക്കിൾ ഗ്രൂപ്പിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുമ്പ് പിന്നെ ഒരു പാംലെറ്റ് വായിച്ചിരുന്നു. അപ്പം ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥനെ പറ്റിയിട്ട്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് ഒരു പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം, ഒരു മെമ്പറെ, ഒരു ആൽക്കഹോളിക്കിനെ മീറ്റിംഗ് റൂമിലേക്ക് കൊണ്ടിരുത്തുമ്പോൾ അവരുടെ കൂടെയുള്ള അത് ഭാര്യയാവട്ടെ അമ്മയാവട്ടെ ആരായാലും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ ഒരു മാനസികാവസ്ഥ വ്യക്തമായി തന്നെ അതിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത് എനിക്ക് അത്ര അട്രാക്ഷൻ തോന്നിയത് അതേ മാനസികാവസ്ഥ അനുഭവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം എൻ്റെ ആൽക്കഹോളിക്കിന് ആദ്യമായിട്ട് മീറ്റിങ്ങിലേക്ക് കൊണ്ടുപോയി ഇരുത്തുമ്പോൾ കൂടെ തന്നെ അടുത്തിരിക്കാനും അവിടെ എന്താണ് മറ്റുള്ളവർ സംസാരിക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ആൽക്കഹോളിക് എന്ത് സംസാരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു താല്പര്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നു. അപ്പം അതായത് എലനോളിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തുന്ന കാര്യത്തിൽ, അതായത് ന്യൂ കമേഴ്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തുന്നതിൽ അത് വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിരുന്ന ഒരു കാര്യം, ഒരു എലനോൺ മെമ്പർക്ക് ആദ്യമായിട്ട് തന്നെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അവരുടെ മനസ്സും ചിന്തകളും എല്ലാ കാര്യങ്ങളും ഈ കുറിച്ച് മാത്രമാണ്, ഈ അംഗത്തെ കുറിച്ച് മാത്രമാണ്. അതായത് അവരുടെ ആൽക്കഹോളിക്കിനെ പറ്റി മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. എലനോൺ എന്ന് പറയുന്നത് അവരിൽ ഒരു അട്രാക്ഷൻ വരുത്താത്ത ഒരു കാര്യമാണ്. അതിന്റെ ആദ്യത്തെ കാര്യം എലനോണിലേക്ക് വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആൽക്കഹോളിസം ഒരു ഡിസീസ് ആണെന്നും അത് ആ വ്യക്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അത്രത്തോളം തന്നെ എലനോണിനെയും ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ആൽക്കഹോളിക്കിന്റെ കൂടെ ജീവിക്കുന്ന വർഷങ്ങൾ മുഴുവനും അവർക്ക് ഇദ്ദേഹത്തിന്റെ മദ്യം എങ്ങനെ നിർത്താനും ഇദ്ദേഹത്തെ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനും ഒരു സമാധാനമായ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. മറ്റുള്ള എല്ലാ ചിന്തകളും മറ്റുള്ള എല്ലാ വികാരങ്ങളെയും മാറ്റി വെച്ചിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറുകയാണ് ആൽക്കഹോളിക്കിന്റെ കൂടെ ജീവിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ്. അപ്പം അത്തരം വ്യക്തികൾ ഒരു എലനോൺ മീറ്റിംഗിൽ സമാധാനവും ശാന്തവുമായിട്ട് ഇരിക്കണമെങ്കിൽ അവർക്ക് സമയം വേണം. ഗ്രാജ്വലി അംഗത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് റിക്കവറി ഉണ്ടാകുന്നത്. കാരണം അത് പ്രകടമാണ്. അതിൽ അവരുടെ ബാഹ്യമായ കാര്യങ്ങളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഒരു ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ എലനോണിൽ ഒരിക്കലും അത്തരത്തിലല്ല. കാരണം അവരുടെ റിക്കവറിയിലെ അല്ലെങ്കിൽ അവരുടെ റിക്കവറി പ്രകടമായി മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു വ്യത്യാസം. എലനോണിന്റെ റിക്കവറി അവരവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത്. മറ്റുള്ള വ്യക്തികളിലേക്ക് അത് അട്രാക്ഷൻ വരുത്തണമെങ്കിൽ വളരെയധികം വർഷങ്ങൾ എടുക്കും. അവരുടെ സ്വഭാവത്തിലൂടെ, അവരുടെ സ്ലാങ്, അവരുടെ ലാംഗ്വേജ് സ്ലാങ്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ബിഹേവിയർ, ഇതിലൂടെയൊക്കെയാണ് അവരുടെ റിക്കവറി അട്രാക്ഷൻ ആയിട്ട് കാണപ്പെടുക. അതിന് വർഷങ്ങൾ എടുക്കും. പക്ഷെ നേരെ മറിച്ച് അംഗത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മീറ്റിങ്ങിൽ വരുന്നു, അറിയുന്നു, മുടി നിർത്തുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ടോട്ടലി ചേഞ്ചസ് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നു. ആന്തരികമായ വ്യത്യാസം മാത്രമാണ് പെട്ടെന്ന് കാണാൻ പറ്റാത്തത്. പക്ഷെ ബാഹ്യമായ വ്യത്യാസങ്ങൾ വളരെ പെട്ടെന്ന് കാണുന്നു. അത് വളരെ അട്രാക്ഷൻ ആണ്. അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എലനോണിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഒരു എലനോൺ മെമ്പർ അവരുടെ ആദ്യ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും ആൽക്കഹോളിക്കിനെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പൊ അവരെ ഓപ്പൺ മീറ്റിംഗിൽ ഇരിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് തന്നെ ലിറ്ററേച്ചർ വ്യക്തമാക്കുന്ന കാര്യം. അതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അവരുടെ ആ മാനസികാവസ്ഥയെ ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് തന്നെയാണ് തുടക്കകാലങ്ങളിൽ നല്ലത്. അങ്ങനെ എലനോണിൽ വരുമ്പം ആദ്യമായിട്ട് എലനോണിൽ വരുന്ന ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ ആൽക്കഹോളിക്കിന് മരുന്ന് കൊടുത്ത് അദ്ദേഹത്തെ റിക്കവറിയിലേക്ക് കൊണ്ടുപോകുക. കാരണം ഭ്രാന്തിനെ ചികിത്സിക്കാന്നല്ലാതെ ചങ്ങലേനെ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതായത് ടോട്ടലി ബൈസ്റ്റാൻഡേഴ്സിനൊന്നും യാതൊരു ആവശ്യമില്ല. നമ്മുടെ കൂടെ വന്ന രോഗീനെ, അയാൾക്കാണ് ചികിത്സ ആവശ്യം, അയാൾക്കാണ് റിക്കവറി ആവശ്യം, ഇങ്ങനെയുള്ള ധാരണയോട് കൂടിയിട്ട് വളരെ വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ധാരണയാണിത്. കാരണം ഇദ്ദേഹത്തിന്റെ കൂടി നിർത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും, മറ്റുള്ളവർക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല, ആ വീട്ടിലെ ഏക പ്രശ്നക്കാരനായ വ്യക്തി ആൽക്കഹോളിക് ആണ് എന്നുള്ള ധാരണയോട് കൂടിയിട്ടാണ്
നമ്മൾ അലനോണിലേക്ക് വരുന്നത്. അവിടെ വന്ന് പതിയെ പതിയാണ് ആൽക്കഹോളിസം ഒരു ഫാമിലി ഡിസീസ് ആണ് എന്നുള്ള തിരിച്ചറിവ് വരുന്നത്. ഒരു ന്യൂ കമറെ സംബന്ധിച്ചിടത്തോളം അത് അത്ര പെട്ടെന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു മദ്യാസക്തന് ആവശ്യമുള്ളത് പോലെ മദ്യാസക്തന്റെ ഫാമിലിക്ക് അതിന്റെ ആവശ്യകത പെട്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. അതും എലനോണില് ആളുകള് ഈ എയിൽ നിൽക്കുന്ന അത്ര ആളുകൾ എലനോണിലേക്ക് അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ അത്ര ആളുകൾ വരാത്തതിന്റെ കാരണം, വലിയൊരു കാരണം അത്തരത്തിലുള്ള ഒരു ചിന്തയാണ്. അപ്പൊ നമ്മളതൊരു ഫാമിലി ഡിസീസ് ആണ് എന്നുള്ളത് ഒരു ന്യൂ കമർ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിസവും എലനോണിനെ പറ്റിയിട്ടും വ്യക്തമായ ഒരു ധാരണ ആ വ്യക്തിക്ക് കിട്ടുമ്പോഴാണ് എലനോണിൽ ഞാൻ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കും. അപ്പം അതുവരെ എന്താന്ന് പറഞ്ഞാല് നമ്മൾ ശരിക്കും ആൽക്കഹോളിക്കിനെ ഇതൊരു ഫിസിക്കൽ ഡിസീസ് ആയിട്ടേ കാണുന്നു. കാരണം അയാള് മദ്യം കഴിക്കുന്നുണ്ട്, പിന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കിടന്നുറങ്ങുന്നുണ്ട്, അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ അത് ഒരു ഫിസിക്കൽ ഡിസീസ് ആയിട്ട് മാത്രമേ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം കൊണ്ടാണ്, ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല, പൈസ ധാരാളം കിട്ടുന്നതുകൊണ്ട്, നല്ല ജോലി ഉള്ളതുകൊണ്ട്, അങ്ങനെ പല പല കാരണങ്ങളാണ് കാണുന്നത്. ഈ രോഗത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ബൈസ്റ്റാൻഡേഴ്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും അവർക്കാണ് ട്രീറ്റ്മെന്റ് ആവശ്യം. അവര് മദ്യത്തിൽ നിന്ന് മാറിയാല് ബാക്കിയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറും. അപ്പം ആ ഒരു ചിന്തയാണ് തുടക്കത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് അസുഖമാണെങ്കിൽ അവര് മരുന്ന് കഴിക്കുക, അവരുടെ അസുഖത്തിന് ഞാൻ മരുന്ന് കഴിക്കേണ്ടതിന്റെ കാരണമില്ല. അപ്പൊ അതൊരു ഞാൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഭർത്താവിന്റെ കുടി കാരണം ഞാനും ഈ ഒരു കൂട്ടായ്മയിൽ പോണം എന്ന് ചിന്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ പിന്നെ അവർക്ക് എലനോൺ ഉൾക്കൊള്ളാൻ പറ്റണം. എലനോൺ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾക്ക് അതിന് കഴിയില്ല. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ഒരു വ്യക്തി ആൽക്കഹോളിക്കിന്റെ ഒരു ബൈസ്റ്റാൻഡർ അവരെ മീറ്റിങ്ങിൽ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പം ഈ ഒരു പ്രാവശ്യം അവർ കൂടി നിർത്തും. അപ്പം ഏനറിഞ്ഞാലും ശരി, ഒത്തിരി ആളുകൾ ഇതിലൂടെ പോകുന്നത് കാണുമ്പോഴും അവർക്ക് ഒരു അമിതമായ പ്രതീക്ഷയിലേക്ക് പോകുകയാണ്. അപ്പം അവിടെ എത്തുമ്പം വീണ്ടും ഒരു പക്ഷെ ഒരു റിലാപ്സ് ഒക്കെ ഇവരെ ആകെ താറുമാറാക്കും. ഈ ആൽക്കഹോളിക്കിന്റെ കൂടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് അവര് അടുത്ത നിരാശയിലേക്ക് വീണു പോകുകയാണ് ചെയ്യാറ്. ഞാൻ ആദ്യത്തെ ഒരു ഡി അഡിഷൻ സെന്ററിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയപ്പോൾ ശരിക്കും അവിടെ ഈ ഒരു അമിത പ്രതീക്ഷ, ബൈസ്റ്റാൻഡേഴ്സിന്റെ ആൽക്കഹോളിക്കിനെ പറ്റിയുള്ള ഒരു അമിത പ്രതീക്ഷനെ പറ്റി ഒരു ക്ലാസ് കേട്ടിരുന്നു. പക്ഷെ അത് ഒരു എലനോൺ മെമ്പറെ വളരെ പെട്ടെന്ന് തകർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് ആൽക്കഹോളിക്കിന്റെ റിലാപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ അമിത പ്രതീക്ഷനെ മാറ്റി അതിനെ റിയാലിറ്റീനെ ഫേസ് ചെയ്യാനുള്ള ഒരു കരുത്ത്, ഒരു ഉൾക്കരുത്ത് അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ എലനോൺ മീറ്റിങ്ങിൽ പോകുമ്പോഴേ പറ്റുള്ളൂ. കാരണം അവർ ആ ഒരു റിയാലിറ്റീനെയാണ് ഫേസ് ചെയ്യുന്നത്. കാരണം കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ, അല്ലെങ്കിൽ കുടുംബനാഥൻ, അച്ഛനാട്ടെ, ബ്രദറാട്ടെ, ആരായാലും അവര് ഒരുപാട് പ്രശ്നങ്ങൾ അസഹനീയാവുന്നതുകൊണ്ടാണല്ലോ എലനോണിൽ വരാൻ തയ്യാറാവുന്നത്. അപ്പൊ അത്തരം വ്യക്തികൾക്ക് പിന്നെ ഈ ഒരുപാട് പ്രതീക്ഷകൾ വരുമ്പം അത് നിരാശയിലേക്ക് പോകുമ്പം ഈ ബന്ധങ്ങൾ തമ്മിൽ വളരെയധികം താറുമാറാവും. എലനോൺ ബന്ധം വളരെയധികം ആ ഒരു സ്ലിപ്പ് വരുമ്പം താറുമാറായി പോകും. അപ്പൊ ഈ സ്ലിപ്പിന്ന് വിഡ്രോ ചെയ്ത് വരാൻ ആൽക്കഹോളിക്കിന് പറ്റാതെ വരുമ്പോഴും ഒരു കാര്യം, അതായത് ആ റിയാലിറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സിംഗ് ആണ്. ഒരു ഒന്നോ രണ്ടോ ആൽക്കഹോളിക്കിന്റെ അല്ലെങ്കിൽ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ഒരു സുബോധാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മദ്യം കാലാകാലം നിർത്താനുള്ള ഒരു കഴിവ് കിട്ടൂല എന്നുള്ള ഒരു തിരിച്ചറിവുകൾ, ഇതെല്ലാം മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിരിച്ചറിവുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്റെ ഓപ്പൺ മീറ്റിംഗും വേണം, എലനോണും വേണം. രണ്ടും ഒരു വ്യക്തിക്ക് കിട്ടുമ്പോഴാണ് വ്യക്തമായ ഒരു ധാരണ അവർക്ക് ഇതിനെ പറ്റി കിട്ടുന്നത്. ഒരു എലനോൺ മീറ്റിംഗ് മാത്രം പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് കൂടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജീവിക്കുന്ന ആൽക്കഹോളിക്കിനെ പറ്റിയിട്ട്
വ്യക്തമായ ഒരു ധാരണ കിട്ടി വരാൻ വൈകും. കാരണം ഒരു ലിറ്ററേച്ചർ വായിച്ച് അതിൽ താല്പര്യം ഉണ്ടാക്കി അല്ലെങ്കിൽ താല്പര്യം ഉണ്ടായി എന്ന് ഗ്രാജ്വലി ആണ് അവർ അറിയുന്നത്. അതേസമയം എലനോണിന്റെ മീറ്റിങ്ങിനൊപ്പം തന്നെ എന്റെ ഓപ്പൺ മീറ്റിങ്ങിലും കൂടെ അവർക്ക് കേൾക്കാനോ പങ്കെടുക്കാനോ സഹായകമാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ രോഗാവസ്ഥയെ പറ്റിയിട്ടും രോഗിയെ പറ്റിയിട്ടുമുള്ളൊരു തിരിച്ചറിവ് അവർക്ക് കിട്ടാനിടയാക്കും എന്നുള്ളത്. അപ്പം അതിന് രണ്ടും ഒരു അലനോൺ മെമ്പർക്ക് വേണം. അപ്പം എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ലൈഫ് ലോങ് പ്രോസസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കി ആൽക്കഹോളിക്കിന്റെ ആ ഒരു ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം മീറ്റിംഗിൽ തുടർച്ചയായിട്ട് പങ്കെടുക്കണം. റിക്കവറിക്ക് ഇത്തരം വിവരങ്ങളൊക്കെ ഒരു എലനോൺ മെമ്പറിനെ കിട്ടണം. അപ്പം അതുപോലെ ഒരു എന്താ പറഞ്ഞാല് ഇതൊരു മെന്റൽ, ഫിസിക്കൽ, ഇമോഷണലി ഡിസീസ് ആണെന്നും കൂടെ ജീവിക്കുന്ന എലനോൺ അംഗം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ രണ്ടുപേരുടെ, അതായത് എലനോണിന്റെയും ആൽക്കഹോളിക്കിന്റെയും രോഗാവസ്ഥ ഒരുപോലെയല്ല, ഡിഫറെന്റ് ആണ്. വൈകല്യങ്ങൾക്ക് സിമിലാരിറ്റി ഉണ്ട് എന്നേ ഉള്ളൂ. അതായത് ഡിഫക്ട്സിന് നമുക്ക് ബാധിക്കുന്ന ഡിഫക്ട്സിന് സിമിലാരിറ്റി ഉണ്ട്, പക്ഷെ രോഗാവസ്ഥ രണ്ടും ഡിഫറെന്റ് ആണ്. എക്കായാലും എലനോണിനായാലും. എലനോൺ അംഗത്തിന് അവരുടെ രോഗാവസ്ഥ വാ തുറന്ന് പറഞ്ഞാലേ മറ്റുള്ളവർക്ക് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം എലനോണില് നമ്മൾ നമ്മളുടെ ഡിഫക്ട്സിനെ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ മാത്രമേ മറ്റൊരാൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുന്നു. എയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മദ്യത്തിൽ നിന്നുള്ള റിക്കവറി ആണ് പ്രാഥമികമായിട്ടുള്ള കാര്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സഹായിക്കാന് അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളുണ്ട്, എയിലെ മറ്റു സുഹൃത്തുക്കളുണ്ട്, അവരുടെ ഏറ്റവും അടുത്തുള്ള ആളുകളും അദ്ദേഹം മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്ന് കരുതി അവരെ സഹായിക്കാനുണ്ട്. എന്നാൽ നേരെ മറിച്ച് എലനോണിൽ റിക്കവറി എന്ന് പറയുന്നത് അവനവൻ തന്നെ നേടിയെടുക്കേണ്ട കാര്യമാണ്. അവരെ സഹായിക്കാൻ അവര് തന്നെയുള്ളൂ. കാരണം അവരാണ് എലനോണിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ മീറ്റിംഗ് എനിക്ക് അത്യന്തം ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി ആ മീറ്റിംഗിൽ നിലനിൽക്കേണ്ടത്. അപ്പം ഒരു എലനോൺ മെമ്പർ അവര് തന്നെ സ്വന്തം ആദ്യമായിട്ട് തീരുമാനം അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കി പൂർണ്ണമായി മനസ്സിലാക്കിയെടുത്ത് എലനോണിലേക്ക് വന്ന് അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ആ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു അതിന് അവര് എലനോൺ മെമ്പർ ആൽക്കഹോളിക്കിന്റെ പോലെ തന്നെ 2-3 മാസം തുടർച്ചയായിട്ട് എലനോൺ മീറ്റിംഗിൽ പങ്കെടുക്കണം. 1-2 മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ 1 മാസമോ പങ്കെടുക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ചിലർക്ക് പറ്റും, ചിലർക്ക് പറ്റിക്കൊള്ളണം എന്നില്ല. അതിന്റെ ഒരു പ്രധാന കാരണം വീട്ടില് ആൽക്കഹോളിക്കിന്റെ റിക്കവറി നമ്മുടെ ക്ലാസ് റൂമിലെല്ലാം കാണുന്ന ഒരു രീതിയിലായിരിക്കില്ല അവരുടെ വീട്ടിലുള്ള ബിഹേവിയർ. അത് എലനോണിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കാരണം ഇയാളെ ബാധിച്ച രോഗം മാനസികവും ശാരീരികവും വൈകാരികവുമാണ്. അയാൾക്ക് ഒരു എലനോൺ മെമ്പർ ആഗ്രഹിച്ച രീതിയിൽ പറ്റുന്നവരുണ്ടാവാം, പറ്റാത്തവരുണ്ടാവാം. പക്ഷെ അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കൂല. ചിലർക്ക് പെട്ടെന്ന് മറ്റുള്ളവരോട് ദയോടും ശാന്തമായിട്ടും സൗമ്യമായിട്ടും ഒക്കെ പെരുമാറാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മാറാൻ കഴിയുമെങ്കിൽ ചിലർക്ക് അതിന് പറ്റിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന എലനോൺ മെമ്പർ ആഗ്രഹിക്കുന്ന രീതിയിലെ ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ ഒരു തണലോ പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അവരുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവർക്ക് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. അത് തന്നെ അവര് അത്രയേറെ സഫർ ചെയ്തിട്ടും സാക്രിഫൈസ് ചെയ്തിട്ടും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് അവര് തുടക്കത്തിൽ നിലനിർത്തുന്നത്. അതിൽ അവര് എലനോണിന്റെയും എന്റെയും സിമിലിയർ ആയിട്ടുള്ള കാര്യം 12 സ്റ്റെപ്സ് ആൻഡ് 12 ട്രഡീഷൻസ്, അതുപോലെ സ്ലോഗൻസ്, ഇത്തരം കാര്യങ്ങളിലൂടെ, അതായത് ഈ കാര്യങ്ങളിൽ റിക്കവറിയിലേക്ക് വരുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരേ രീതിയിലാണ്. അപ്പം അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് കുടുംബാന്തരീക്ഷമായാലും അതുപോലെ തന്നെ എലനോണിൽ നിലനിൽക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അടുത്ത ജനറേഷനിലേക്ക് ഇതിന്റെ ഡിഫക്ട്സുകൾ വരാതിരിക്കാൻ ഞാനും ഇതിൽ പങ്കെടുക്കേണ്ടതിന്റെ അത്യാവശ്യമുണ്ട്. ആൽക്കഹോളിക്കിന്റെ
റിക്കവറിയിലുപരി ഒരു കുടുംബത്തിലെ ആൽക്കഹോളിസം എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും കഴിയണമെങ്കിൽ ആൽക്കഹോളിക്കിന്റെ റിക്കവറിനേക്കാൾ ഉപരി അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം ആൽക്കഹോളിക്കിനോട് പലപ്പോഴും അവരുടെ വളരെ ഒരു പെരുമാറ്റ രീതികൾ തുടക്കകാലങ്ങളിൽ കുറച്ച് ബ്രൂട്ടലായിരിക്കാം, കുറച്ച് വേദനപ്പെടുത്തുന്ന രീതിയിലായിരിക്കാം. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ഒരു പകവന്ന് എലനോണിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. ഇയാള് ഒരു കാലത്തും ശരിയാവാത്തൊരു മനുഷ്യന്റെ കൂടെ ഞാൻ എന്തിനിതിൽ പോയിട്ട്, അങ്ങനെ പല നിരാശയിലൂടെ ഇതിന്നെല്ലാം മാറി നിൽക്കുന്നവരുണ്ട്. പക്ഷെ എലനോണിൽ വരുമ്പോൾ ഒരു നല്ല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ, അതായത് പ്രോഗ്രാം റിക്കവറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ അടുത്തൊരു ജനറേഷനിൽ വരെ ഇതിന്റെ ഡിഫക്ട്സിനെ ബാധിക്കാതെ കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു തലമുറേനെ, ഇന്നത്തെ ഈ ഒരു ലോകം പോകുന്ന അവസ്ഥ. കാരണം മദ്യത്തിനേക്കാൾ ഭയാനകമായ മയക്കുമരുന്നുകളും പിന്നെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും അത്തരം കൂട്ടുകെട്ടുകളുമാണ് ഇന്നത്തെ തലമുറകൾ നേരിടേണ്ടി വരുന്നത്. അപ്പം അതിന്നെല്ലാം ശരിക്കും നമുക്ക് ഒരു കുടുംബാന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തിയിട്ടും നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കാനും നമ്മുടെ ഈ പ്രോഗ്രാമിലെ 12 പടിക്കും പ്രാർത്ഥനയ്ക്കും അതേപോലെ പാരമ്പര്യത്തിലൂടെയും ജീവിക്കുമ്പം ആ ഒരു കുടുംബാന്തരീക്ഷത്തിലെ അംഗങ്ങൾ ജീവിക്കുമ്പോൾ അത് നിലനിർത്താൻ പറ്റും. അതൊരു ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് എലനോൺ ശരിക്കും തീർച്ചയായിട്ടും മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ പിന്നെ ചിലവര് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല്, പ്രത്യേകിച്ചും ഇതിൽ നീണ്ട വർഷങ്ങൾ നിലനിൽക്കുന്നവരെയല്ല, തുടക്കത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക്കിന്റെ ചില കുറ്റപ്പെടുത്തലുകൾ അപ്പോഴും ഈ ഡിസീസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ആൽക്കഹോളിക് കുറ്റപ്പെടുത്തുന്നത് അയാളുടെ അപ്പത്തെ ഇമോഷണൽ ആയിട്ടുള്ള ആങ്കർ കൊണ്ടോ അല്ലെങ്കിൽ അസ്വസ്ഥതകളോ കൊണ്ടായിരിക്കാം. കാരണം ഏറ്റവും ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആൽക്കഹോളിക് എന്ന് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ അവരെ ഏറ്റവും കുറ്റപ്പെടുത്തുക അവരുടെ വീട്ടിലെ അംഗങ്ങളെയാണ്. കാരണം അവർക്ക് ഏറ്റവും എളുപ്പം അതാണ്. അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതകൾ ഒരു കുടുംബം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കി നേരിടേണ്ടി വരുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് അതൊരു വേദന തരുന്ന അനുഭവമല്ല. അവരെ സഹാനുഭൂതിയോടെ നോക്കാനും ആൽക്കഹോളിക്കിന് അനുകമ്പയോട് കൂടി പെരുമാറാനും ഇത്തരം തിരിച്ചറിവുകൾ നൽകും. അപ്പം എലനോൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആൽക്കഹോളിക് കുടിച്ചാലും ശരി, കുടിച്ചിട്ടില്ലെങ്കിലും ശരി. പിന്നെ ഏറ്റവും എലനോണില് ഇന്നത്തെ ഈ ഒരു ഞാനിപ്പോ ഒരു 10-25 വർഷം മുന്നേ ഉള്ള എലനോണിൽ വന്ന സമയം പോലെയല്ല ഇപ്പത്തെ എലനോണില്. ഒരുപാട് വിഡോസ്, കാരണം ആൽക്കഹോളിക് മരിച്ചു പോയ ആളുകളുടെ ഭാര്യമാര് റെഗുലർ ആയിട്ട് മീറ്റിങ്ങിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്കിന്റെ ഭാര്യമാര് ഇപ്പോഴും റെഗുലർ ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ 25 കൊല്ലക്കാലത്തെ വ്യത്യാസം എലനോണിന്റെ പ്രോഗ്രസ് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എലനോണിലുണ്ട്. കാരണം ഇപ്പം വേഗം എലനോണിന്റെ പുരോഗതി, കാരണം എലനോൺ ഗ്രൂപ്പുകളുടെ വളർച്ച, എലനോൺ ലിറ്ററേച്ചറിന്റെ വ്യാപകം, എലനോൺ ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ എലനോണിന്റെ അംഗങ്ങൾക്കുള്ള പങ്കുകൾ, ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇന്ന് ഭർത്താവ് മരിച്ചാലും എലനോൺ ജീവിതകാലം ലൈഫ് ലോങ് വേണം എന്നുള്ള തിരിച്ചറിവ് എലനോൺ അംഗങ്ങൾക്കുണ്ട്. അവർ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഭാര്യമാര് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ റെഗുലർ ആയിട്ട് മീറ്റിംഗിൽ വരുന്നുണ്ട്. അപ്പൊ എലനോണിലേക്ക് പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഗ്രൂപ്പുകൾ, ഇതിൽ പല കാരണങ്ങൾ, എലനോണിൽ 4-1 ആവുന്നതിൽ പല കാരണങ്ങളുണ്ട്. അതിൽ ഓരോരോ കാരണങ്ങളാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പല കാരണങ്ങളിലും ഒരു കാരണങ്ങളാണ് ഗ്രൂപ്പിലെ പ്രശ്നങ്ങളും. അതുപോലെ ഒരു ന്യൂകമർ എലനോണിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സമാധാനപരമായ അന്തരീക്ഷം, അതായത് അവിടുത്തെ ഗോസിപ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ കളികളോ മറ്റുള്ള അംഗങ്ങളിലേക്ക് ബാധിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പില് ഒരു വ്യക്തിയുടെ പുരോഗതി അല്ലെങ്കിൽ എലനോണിലേക്ക് നിലനിൽക്കുന്നതിൽ ശരിക്കും ആ ഗ്രൂപ്പ് നിൽക്കുമ്പോൾ വിജയം കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എലനോൺ അംഗങ്ങളൊക്കെ, പുതുമക്കാരൊക്കെ പലപ്പോഴും മീറ്റിങ്ങുകളിൽ വരുമ്പോൾ
അവിടെ കേൾക്കുന്ന ഗോസിപ്സും അതുപോലെ അവിടെ പിന്നെ ഒരു സുതാര്യത അനുഭവപ്പെടാത്ത ഒരു അവസ്ഥ കാണുമ്പോഴും അതുപോലെ പിന്നെ പല പല അംഗങ്ങളുടെ അംഗങ്ങളുടെ യിലുള്ള പ്രശ്നങ്ങൾ പോലും അലനോണിലേക്ക് വലിച്ചയക്കുന്നതും ഒരു കാരണമായിട്ട് വരാറുണ്ട്. അപ്പം പിന്നെ അതേപോലെ തന്നെ ചില അംഗങ്ങള് യിൽ സജീവമായിരിക്കും. പല പല ഗ്രൂപ്പുകളിൽ അവര് തുടങ്ങാനിടയാകുന്നതും അതുപോലെ ആ ഗ്രൂപ്പുകൾക്കുള്ളിൽ അവർ സജീവമായി നിലനിൽക്കുന്നതും ഗ്രൂപ്പുകളുടെ പ്രവർത്തനം പിന്നീട് അതിൽ സ്പ്ലിറ്റ്നെസ് ഒക്കെ വരുമ്പോഴും അതുപോലെ അവരിലെ അവിടെ ആ ഭാഗങ്ങളിലെ അലനോൺ മെമ്പേഴ്സ് പതിയെ പതിയെ അലനോണിന് വിട്ടുപോകാറുണ്ട്. അത് എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ രാമനാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഗ്രൂപ്പ് തുടങ്ങാൻ ഇടയായത് അതുപോലെ തന്നെ എന്റെ ആൽക്കഹോളിക്കിന്റെ ഒപ്പം കൂടിച്ചേർന്ന്, കാരണം അലനോൺ എന്താന്ന് വ്യക്തമായ തിരിച്ചറിവ് ഇല്ലാത്തതിന്റെ ഒരു പാകപ്പഴയാണ് അത് എന്നുള്ളത് ഇന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അന്ന് സോബറിറ്റി, ആൽക്കഹോളിക്കിന്റെ ഒപ്പം തന്നെയുള്ള ഒരു സോബറിറ്റിയാണ് അലനോണും അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആൽക്കഹോളിക്കിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളും അവരുടെ വീട്, ഫാമിലി ഇതൊക്കെ ആയിട്ടാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ്നെസ് വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു റിക്കവറി കിട്ടുന്ന ഗ്രൂപ്പിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ എനിക്ക് ഭയങ്കര മടുപ്പ് ഉളവാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സമയത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഇനി ഒരിക്കലും രാമനാട്ടുകര അലനോൺ മീറ്റിംഗിൽ രാമനാട്ടുകരയിലെ ഒരു മീറ്റിംഗിലും ഞാൻ പങ്കെടുക്കൂല എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നീടാണ് പിന്നെ അതിലൊക്കെ ഉപരി അലനോൺ റിക്കവറി എവിടെ നിന്ന് കിട്ടുന്നു അവിടെയാണ് അലനോണിൽ ശരിക്കും ഒരു എന്റെ ഭാഗം ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കൂട്ടായ്മയല്ല അലനോൺ എന്ന് പറയുന്നത്. അലനോൺ എന്ന് പറയുന്നത് ഇതിന്റെ പ്രാഥമിക ഉദ്ദേശം ഇതിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ റിക്കവറിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതല്ലാതെ മീറ്റിങ്ങുകളിൽ അത് തീർച്ചയായിട്ടും അലനോൺ കുറച്ചുകൂടെ ഇതിൽ നിലനിൽക്കാൻ ഇടയാകും. ഇത്തരം പൊളിറ്റിക്സുകൾ എന്നൊക്കെ മാറി മാറി സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ ആ അലനോൺ എന്ന് പറയുന്ന ആ പ്രോഗ്രാം മാത്രം മുന്നോട്ടേക്ക് കാണുന്ന ഒരാൾക്ക് ശരിക്കും കുറച്ചും കൂടെ അത് അട്രാക്ഷനാണ് അലനോണിന്റെ കൂട്ടായ്മ എന്നുള്ളത്. പിന്നെ പലരും ന്യൂ കമേഴ്സിന് മാത്രം ഒരു പരിഗണനയും അല്ലെങ്കിൽ ഒരു സ്നേഹവും കൊടുക്കുക, അല്ല ന്യൂ കമേഴ്സിന് എന്നല്ല ഏത് അംഗങ്ങൾക്കും ഒരേപോലെ തന്നെ സ്നേഹവും പരിഗണന. പഴമക്കാരാണെന്ന് കരുതി അവർക്ക് പരിഗണനയോ സ്നേഹമോ ഒന്നും കൊടുക്കാതെ എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞ് വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തികളല്ല. അവരും ഈ രോഗത്തു നിന്ന് മാറി നിന്ന് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അതേപോലെ തന്നെ എല്ലാവർക്കും ഈ ഒരു സ്നേഹവും പരിഗണനയും തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത് അതേപോലെ തന്നെ ഇതില് ഈ ഒരു മീറ്റിങ്ങില് അലനോണിന്റെ ഒരു കാര്യത്തില് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മറ്റൊരാള് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ വലിച്ചെറിയാനുള്ള ഒരു കാര്യമല്ല അലനോണിന്റെ കൂട്ടായ്മ എന്നുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യമല്ല. ഏറ്റവും ആദ്യം അലനോൺ അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു കാര്യം, ഏറ്റവും ആദ്യം അവര് ഒഴിവാക്കുന്ന ഒരു കാര്യം അലനോണിന്റെ മീറ്റിംഗ് ആണ്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് അലനോണിന്റെ മീറ്റിംഗ് എന്നുള്ളതാണ്. കാരണം ഇത്തരം ആൽക്കഹോളിക്കിന്റെ അതേ രോഗാവസ്ഥ തന്നെ പിടിപെട്ടിട്ടുള്ള നമ്മൾക്ക് ഈ ഒരു മീറ്റിംഗിൽ കൂടെ തന്നെയാണ് ഈ ഒരു ബാലൻസിങ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി എല്ലാ നിലയ്ക്കും ഫാമിലിയിലായാലും അതേപോലെ നമ്മുടെ ജീവിതത്തിലായാലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ തീർച്ചയായിട്ടും അലനോണിന്റെ മീറ്റിംഗ് വേണം. കാരണം വൈകാരികമായിട്ട് ഒരു സ്റ്റേബിളോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ തന്നെ പോയ ജീവിതത്തിനെ അടുക്കും ചിട്ടയിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അലനോൺ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം അലനോണിന്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ അലനോൺ കൂട്ടായ്മകൾ അത്രയും അട്രാക്ഷൻ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിക് സോബറിറ്റിയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക ഉയർച്ചകളും അതുപോലെ തന്നെ ജീവിതത്തിലുള്ള ആ മാന്യതയൊക്കെ വീണ്ടെടുക്കുമ്പോൾ
പലപ്പോഴും പഴയ ജീവിതത്തെ മറന്നു പോകുകയാണ്. അതായത് അലനോൺ ശരിയായിട്ടുള്ള രീതിയിൽ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ അലനോണിനെ ആ ഒരു അതിന്റെ പ്രോഗ്രാം എന്താണെന്നും അതിന്റെ ആ ഒരു അന്തസത്ത എന്താണെന്നും മനസ്സിലാക്കാതെ തന്നെ ഒഴിവായി പോകും ചിലരിൽ നിന്ന്. അപ്പൊ അത്തരം പല പല പ്രശ്നങ്ങളുടെ, പിന്നെ ചിലർക്ക് എന്താന്ന് പറഞ്ഞാൽ അലനോണിൽ വന്ന് കുറച്ചു കാലങ്ങളിൽ ഷെയറിങ്സ് മാത്രം കേട്ട് 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 മുന്നോട്ട് പോയി. ചിലർക്ക് ലിറ്ററേച്ചറുകൾ വായിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തത് കാരണം ഇതിൽ നിന്നുള്ള കൂടുതൽ അതായത് നമ്മുടെ റിക്കവറി എത്രത്തോളം മുന്നോട്ട് പോകുന്നോ കൂടുതൽ അറിവുകളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ അത് സഹായകരമാവുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയും ചിലര് ഒരു മടുപ്പ് വന്നിട്ട് എലനോണിലേക്ക് വരാതെ പോകാറുണ്ട്. അപ്പൊ കഴിയുന്നത്ര എലനോണിന്റെ ലിറ്ററേച്ചറുകൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളീകരിച്ചിട്ടും ഒക്കെ എത്തിക്കുന്നതിലും നമ്മുടെ എലനോണിന്റെ ആ നിൽക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം മുമ്പേ എലനോണിൽ വന്ന ആളുകൾക്ക് പുതുതായിട്ട് വരുന്ന ആളുകളെ നിലനിർത്താനുള്ള മനസ്സും അതുപോലെ സമയവും ഉണ്ടാകുമ്പോഴും ഒരുപാട് അംഗങ്ങൾക്ക് ഇതിൽ നിലനിൽക്കാൻ. അപ്പം സമയം 10:57. അപ്പൊ ഞാൻ നിർത്താണ്. ഇതുവരെ എന്നെ കേട്ടതിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു ബിനി ചേച്ചി.